ഒരു തവണയെങ്കിലും എനിക്ക് തോപ്പിക്കണം വക്കീൽ അവളെ. ഞാൻ ഈ കേസ് കൊടുത്ത എന്തിനാന്ന് വക്കീലിനറിയോ? ഞാൻ അവളെ എല്ലാവരുടെയും മുമ്പിൽ ഒറ്റപ്പെടുത്തുന്ന എന്തിനാന്ന് വക്കീലിനറിയോ? അവൾ എന്നെ ഒരു നോക്കൂത്തിയാക്കി മുറിയിൽ പൂട്ടിയിട്ട് അവൾ പരീക്ഷ എഴുതാൻ പോയി. പതിനഞ്ച് കൊല്ലം ഞാൻ അവളെ പറഞ്ഞ് പറ്റിച്ചത് വെറുതെ ആയി. ഞാനൊരാണല്ലേ വക്കീലെ, ഒരു പെണ്ണിന്റെ മുമ്പിൽ തോക്കാൻ എന്റെ ഈഗോ സമ്മതിക്കില്ല. ഞാനും പിള്ളേരും അമ്മയും പിന്നെ അവളുടെ വീട്ടുകാർ വരെ അവളെ എതിർത്ത് പറയണം. ആരുമില്ലാതെ അവസാനം അവളെന്റെ കാൽച്ചോട്ടിൽ വന്ന് കിടക്കണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും വക്കീലെ, എന്ത് വൃത്തികേടും ഞാൻ ചെയ്യും. ഇപ്പൊ അവൾ എഴുതിയ പരീക്ഷക്ക് അവൾക്ക് സെലക്ഷൻ കിട്ടിയ അതും ഞാൻ മുടക്കും. അവൾക്ക് എൻ്റെ കാശ് വേണ്ട, അവൾക്ക് എന്നെ വേണ്ട, അവൾക്ക് എൻ്റെ ഒന്നും വേണ്ട. അവസാനം ഒന്നും ഇല്ലാണ്ടായിട്ടേ അവളെൻ്റെ കാല് ചവിട്ടിലൊന്ന് കിടക്കണം. ആ ദിവസം വന്നിട്ട് ഈ മോഹന് വിശ്രമമുള്ളൂ. നല്ല തീരുമാനം മോന. അങ്ങനെ അവള് തന്നെ ചവിട്ടിത്താഴ്ത്തി ആളാവണ്ട. ഈ കാര്യത്തിന് ഞാൻ തൻ്റെ കൂടെയുണ്ട്. ഞാൻ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ അവൾക്ക് വേദനിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. അവസാനം ഒരു മാർഗം ഇല്ലാതാവുമ്പോ അവൾ എൻ്റെ കാൽച്ചുവട്ടിൽ വരും. അങ്ങനെയാണെങ്കിൽ മോന, ഈ കുഞ്ഞ് നമുക്കൊരു ബാധ്യതയാവും. ഇനി DNA ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് തൻ്റെ കുഞ്ഞാണെന്ന് വന്നാ മൊത്തം തീരും. അങ്ങനൊരു DNA ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നില്ലല്ലോ. ഇപ്പം ചെയ്യുന്നില്ല, പക്ഷെ കോടതി ഇടപെടുമ്പോൾ ചെയ്യേണ്ടി വരും. ഇല്ല വക്കീലെ, അതുവരെ ആ കുഞ്ഞുണ്ടാവില്ല. അവള് തന്നെ ആ കുഞ്ഞിനില്ലാണ്ടാക്കും. അവള് ചെയ്തില്ലെങ്കിൽ അത് ഞാൻ ചെയ്യും. ഞാൻ കൂടെയുണ്ട് മോന. ഇത്രയും കാലം ഞാനൊരു കേസ് പോലും തോറ്റിട്ടില്ല. ഈ കേസും എനിക്ക് തോക്കണ്ട. കേസ് ജയിക്കാൻ ഞാൻ എന്തും ചെയ്യും, എന്തും. ഇപ്പൊ തനിക്ക് തന്നെ സംശയം മാറ്റണ്ടേ? എനിക്കൊരു സംശയവും മാറ്റണ്ട. ഒരു ടെസ്റ്റിന് ഞാൻ തയ്യാറല്ല. അതെന്താ വക്കീലേ, നിങ്ങളുടെ കക്ഷിക്ക് പേടിയാണോ? അത് ചെയ്യേണ്ട സമയത്ത് ചെയ്തോളാം. എന്തായാലും ഇപ്പൊ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. ഇതിൽ തന്നെ മനസ്സിലായല്ലോ ഇത് ആരുടെ കുഞ്ഞാണെന്ന്. ഇതിപ്പോ എന്റെ കുഞ്ഞാണെങ്കിലും എനിക്കിതിനെ വേണ്ട. എനിക്ക് നിന്നെ തോപ്പിച്ചാൽ മാത്രം മതി. നീ എൻ്റെ കാൽ ചോട്ടി കിടക്കണം, ഒരടിമയെ പോലെ.
അത് മാത്രം എൻ്റെ മുമ്പിലുള്ളൂ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. നിന്നെ എങ്ങനെയൊക്കെ മോശക്കാരിയാക്കാവോ അതെല്ലാം ഞാൻ ചെയ്യും. നിന്നെ എങ്ങനെയൊക്കെ തരം താഴ്ത്തി കാണിക്കാവോ അതെല്ലാം ഞാൻ ചെയ്യും. അവസാനം എല്ലാവരും നിന്നെ തള്ളിപ്പറഞ്ഞ് ആരും ഇല്ലാണ്ടായി ഒരു മാർഗമില്ലാണ്ട് നീ എൻ്റെ കാലിൽ വന്ന് വീഴും. അത് കണ്ട് സന്തോഷിക്കണം എനിക്ക്. അത് കഴിഞ്ഞ് നമ്മൾ ഒന്നിച്ച് തന്നെ ജീവിക്കും. പിന്നെ നിന്നെ എങ്ങും പോവാൻ ഞാൻ അനുവദിക്കില്ല. നീ കാത്തിരുന്നോ. കാത്തിരിക്കാനോ? മോഹന, ഇനിയാണ് യഥാർത്ഥ ആവണിയെ താൻ തിരിച്ചറിയാൻ പോകുന്നത്.